എന്താടി നോക്കണേ? പുതിയ വല്ല പ്ലാൻ ഉണ്ടോ? ഞാൻ പോയ കണക്ക് ഒറ്റക്കെത്തേലും കാട്ടാലോ. ഇമ്മ, ഇന്ന് ആർക്കും ഒരു പരാതി ഇല്ലെങ്കിലേ ഞാനും ഓളും ഓളെ പെരേതന്നെ നിക്ക. അതാണ് ഓൾക്ക് എനിക്ക് ഞങ്ങളെ കുട്ടിക്കും നല്ലത്. അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കണോ കുട്ടിയെ? നമ്മളെ കുട്ടികളല്ലേ. ഇമ്മ എത്ര കാലം കൊണ്ട് പൂതി വെച്ചതാ എൻ്റെ ഒരു കുട്ടീനെ. അതിപ്പോ അവിടെ പോയിങ്ങാണ്ട് ഇപ്പോൾ കൂടുക എന്നൊക്കെ പറഞ്ഞാൽ അതിപ്പോൾ ഒരു നല്ല കാര്യമല്ലല്ലോ. ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കിയ അമ്മാൻ്റെ കുട്ടി. ഇനി ആലോചിക്കാനൊന്നുമില്ലമ്മ. ഓൾക്കിത് മാസം എത്രയായി? നിങ്ങൾ ഈ പുന്നാര മോള് ഓൾക്ക് നല്ല തൊഴിലും കൊടുത്തുക്കണോ? നിങ്ങൾ മാത്രം പൂതിച്ചുകൊണ്ട് കാര്യമില്ലല്ലമ്മ. ഏത് നേരം ഇല്ലാതെയാക്കാൻ നോക്കണേ ഒരുത്തിണ്ടല്ലോ ഇവിടെ. ഒന്നെങ്കിൽ ഓള് അല്ലെങ്കിൽ ഞാൻ, രണ്ടിലൊരാൾ മതി ഇവിടെ. അല്ലെങ്കിൽ എനിക്ക് ഓളെ പേരത്തിന് നല്ലേ. ഇപ്പൊ സമാധാനായില്ലേ? ഞെത്തിനാ ഈ പെര പറ്റുക? കുടുംബം നാശായി. എന്നാ പോരെ, ഒരു മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കാൻ നന്നോ? മകനും മകൾക്കും കുട്ടികളും മക്കളായാലേ കുടുംബം നന്നായി എന്നാണ്. ഇതിപ്പോ എത്ര ഉണ്ടായിക്കണത്? കുടുംബം നാശായി. അതവിടെ ഉണ്ടായിക്കണത് ഒക്കെ വിധി, തലവിധി. ഇമ്മ ഇമാത്രം അടങ്ങാറാകൊന്നും വേണ്ട. ഞാനൊരു തീരുമാനം എടുത്തേക്കണ്. അതേതായാലേ നല്ല തീരുമാനാകും. ഇതുവരെ എടുത്ത തീരുമാനമൊക്കെ കുടുംബത്തിനെ കൊണേ ചെയ്തിട്ടുള്ളൂ. അതേതായാലും നന്നായിക്കണ്. ഇതങ്ങനെ തമാശയായിട്ട് കാണണ്ട ആരും. ഞാൻ ഇനി എടുത്ത തീരുമാനം ആർക്കും ദോഷം ചെയ്യൂല. എന്നാ പോരെ. ഇമ്മ, ഇന്നാതേ നല്ല തീരുമാനം തന്നെയാവും. സംശയിച്ചൊന്നും വേണ്ട. വേഗം കെട്ടുമാറാപ്പുട്ടേ ഇറങ്ങാൻ നോക്കിക്കോളി ഇവിടുന്ന്. അത് നിങ്ങൾക്കുള്ളൊരു പണി തന്നെയാണ്. ഹലോ, പറയൂ മോളെ. ഇങ്ങോട്ട് ഇറങ്ങിക്കണോ? അവിടുന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്തുക്കണോ? ഇമ്മത്താ പറയണേ? പാവം. അല്ല പാപ്പുട്ടിക്ക, ഇമ്മാനവിടെ ഒറ്റക്ക് ഇമ്മാക്ക് സങ്കടാകൂലേ? അതൊന്നും പ്രശ്നമില്ലാന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകൂല. അതൊക്കെ ഞാൻ വന്നിട്ട് ശരിയാകും. പാപ്പുട്ടിക്ക് ഉമ്മാൻ്റെ അടുത്തൊന്ന് ഫോൺ എടുത്താണേ. ഹലോ പെണ്ണേ. എത്താനക്ക് സുഖല്ലേ? മണ്ടി പായതൊക്കെ നല്ലോണം കരുതിക്കൊണ്ടിട്ടോ. ഇന്നലെ നിമ്മ വിളിച്ചില്ലേ? ഓരോ സ്വയെല്ലാം പെട്ടിക്കണേ. ഇന്നലെ നമ്മളെ കുടിക്കലിന് പോയിക്കേനേ. വൈകുന്നേരവും പോയി. ആകെ ഒരു ചുറ്റിക്കളിയേനി ഇന്നലെ. ഇമ്മ എവിടേക്കാ പോയിക്കണേ? തന്നെ ബാപ്പുട്ടി ഇപ്പോഴും പോരുവേ. കുഴപ്പമൊന്നുമില്ല, ഓളുണ്ടവിടെ. അല്ലമ്മ, ബാപ്പുട്ടിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? ബാപ്പുട്ടിക്കാൻ്റെ മനസ്സിലെ
ഇടങ്ങാറുകൊണ്ടും പേടികൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല. ഇത്രക്കായിട്ടും റസിയാത്താക്കൊരു മാറ്റം അല്ലാത്തോണ്ടാ. ഇമ്മ ഇടങ്ങാറാകൊന്നും വേണ്ട കേട്ടോ. ഇവിടെ കുറെ കാലമൊന്നും നിൽക്കൂല. ഞാൻ ഇമ്മാൻ്റെ അടുത്തേക്ക് തന്നെ വരും. അത് ഇപ്പത്തെ സമയത്ത് ബാപ്പുട്ടിക്കാരോട് എന്ത് പറഞ്ഞിട്ടും മനസ്സിലാവണില്ല. ഇവിടുത്തെ ഉമ്മയും കുറെ പറഞ്ഞു നോക്കിക്കണേ, ഇമ്മാനോട് ഒറ്റക്കാക്കൂല. റസിയാത്ത് എന്താ പറയണേ? അത് കുഴപ്പമില്ല, എല്ലാരും ഒരുപോലെ ചിന്തിക്കൂലല്ലോ. റസിയത്താക്കൊരു കുട്ടിയൊക്കെ ആവുമ്പോ സ്വഭാവം മാറിക്കോളും. അത് അത്യാവശ്യമുള്ളത് എന്തേലും കൊടുത്തു വിട്ടാ മതി. ഇമ്മ ഇടങ്ങാറാകണ്ട കേട്ടോ, ഇമ്മാൻ്റെ അടുത്തേക്ക് വരും. ആയിക്കോട്ടെ ഇമ്മ. ഇമ്മ ബാപ്പുട്ടിക്കാരൻ്റെ അടുത്തേക്ക് ഫോൺ എടുത്താൽ മതി. ശരി ഇമ്മ. എന്നാ ശരി കുട്ടിയെ, വിളിച്ചോണ്ടിട്ടമ്മാനെ. നടാ എനിക്ക് തരാൻ പറഞ്ഞു. എന്നാ ശരി, ഞാൻ ഇറങ്ങാൻ നോക്കട്ടോ. എന്നാ ശരി അമ്മ, ഞാൻ ഇറങ്ങാൻ നോക്കട്ടോ. ഞാൻ കാരണം ഇജ്ജ് എവിടെയും പോകണ്ട. ആഹാ, എന്ത്? അത് ഞാൻ കേട്ടില്ല. അങ്ങനെ ഇജ്ജ് പറയടി. ഞാൻ കാര്യ പറഞ്ഞത്. ഞാൻ കാരണം എൻ്റെ കുടുംബത്തിലൊരു ആപത്ത് വരാൻ പാടില്ല. ഞാൻ തമാശ പറഞ്ഞതല്ല. ഇജ്ജിപ്പോൾ പോയിക്കോ. പക്ഷേ അപ്പോ പക്ഷേ പറയ്. പോയിട്ട് ഓളെയും കൂട്ടിക്കൊണ്ടിട്ട് പോര്. ഞാനാണ് ഇവിടുന്ന് പോണ്ടത്. ഞാൻ കാരണമല്ലേ നിങ്ങളെ ജീവിതം നശിച്ചത്. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായിക്കണത്. നിങ്ങളെ ജീവിതം നശിച്ചതും നിങ്ങളെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കിയതൊക്കെ ഞാൻ ഒറ്റ വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ്. അത് ഞാൻ ഉറപ്പിച്ചിരിക്കണേ. ഏതായാലും നിന്ന് സമയം കളയണ്ട, ഓളെ വിളിച്ചിട്ട് പോകാൻ നോക്ക്. ഏതായാലും ഇവിടുന്ന് പോകുമൊന്നും വേണ്ട, ഞാനോളെ പോയി കൊണ്ടുവരാം. ഞാൻ കുറച്ച് സമയം കൊണ്ട് ഇറങ്ങും. അത് കുഴപ്പമൊന്നുമില്ല. ശരി, ഞാൻ അവിടെ എത്തിയിട്ട് വിളിക്കുള്ളൂ കേട്ടോ. ഇമ്മാൻ്റെ കുട്ടിക്കിപ്പോൾ ഈ ഒരവസ്ഥയിൽ പോകണോ റസിയ? എനിക്കിപ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ബോധ്യമായില്ലേ. ഇനിയിപ്പോൾ ഈ ഒരവസ്ഥയിൽ പോകാതെ നിൽക്കണല്ലേ നല്ലത്. ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? അതിനൊക്കെ ഇഞ്ഞു സമയമല്ലേ അമ്മ. പൂമോള് ഓളാണ് ഇവിടെ നിൽക്കേണ്ടത്, അല്ലാതെ ഞാനല്ല. കെട്ടിച്ച് വിട്ടാ പൊമ്മക്കൾ നിൽക്കേണ്ടത് ആണുങ്ങളെ പേരില്ല. എനിക്കതിന്നൊക്കെ മാറ്റം ഉണ്ടായത് ഇവിടെ നിൽക്കോണ്ട. അത് ഞാൻ അറിയാതെ പോയി. ഏതായാലും ഞാൻ പോകാൻ തീരുമാനിച്ചിരിക്കണേ. ഏതായാലും ഉമ്മാൻ്റെ കുട്ടിക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടായല്ലോ. പോകുകയാണെങ്കിൽ പോയിക്കോ.
ഈ ഒരു സമയത്ത് അവിടുത്തെ ഇമ്മ ഇപ്പൊ ഇതന്നെയല്ലേ പൂതി വെച്ചിക്കണത്. കുറച്ച് ദിവസം ഒന്ന് കാണാനും നോക്കാനും. ഇതന്നെ നടക്കട്ടെ. ഇമ്മ എത്താടി? ഇമ്മ വല്ലത് അറിഞ്ഞിക്കണോ? എത്തറിയണേ? ബാപ്പുട്ടിക്ക് വിളിച്ചീന്. ആ എന്നിട്ടോ എത്തോ പറഞ്ഞേ? പറഞ്ഞതൊക്കെ നല്ല സന്തോഷമുള്ള കാര്യമാണ് ഇമ്മ. ബാപ്പുട്ടിക്കേ ഇവിടെ നിക്കാൻ വരികന്നല്ലേ പറഞ്ഞിക്കണത്. എന്നാ നേരെ തിരിച്ചാണ്. ഇന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ വരികയാണ് ഇമ്മ. അത് പത്തേടി അവിടെ പെട്ടെന്ന് ഉണ്ടായിക്കണത്. അതന്നെ എനിക്കും മനസ്സിലാകാത്തത്. കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ റസിയത്ത പറഞ്ഞോലോ ഇന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് ചെല്ലാന്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, റസിയത്ത അവിടുന്ന് പോകാണ്. എവിടുക്ക്? എത്തൊക്കെ അവിടെ ഉണ്ടായിക്കണാവ പൂമോളെ. ഇപ്പത്തെ ഈ എടിപിടിച്ചിട്ടോളെ എവിടുക്ക് പോകാനാ? അതും ഈ ഒരു സമയത്ത്. ആ പെണ്ണിന് ഇപ്പൊ 4-5 മാസായിട്ടുണ്ടാകുമല്ലോ. എനിക്കൊന്നും അറിയില്ലമ്മ. ബാപ്പുട്ടി പറഞ്ഞു റസിയാത്താക്ക് നല്ല മനമാറ്റം വന്നിക്കണെന്ന്. വേഗം തുണിയും കുപ്പായും എടുത്തേച്ചോന്നും പറഞ്ഞു. എന്നാ ശരിട്ടമ്മ. പെണ്ണേ അവിടെ നിന്നാ ഈ പെണ്ണൊന്ന് തെളിച്ച് പറയണമില്ല. ഓളെ ചെറിയും കളി റബ്ബേ, അത് കാണുമ്പോ തന്നെ മനസ്സെന്റെ മനസ്സറിഞ്ഞ് അറിയും. റബ്ബേ ഒക്കെ റാഹത്താക്കി തന്നല്ലോ. ഇത് കണ്ടാ മതി.